സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണല്ലോ രസം. അത് നമുക്ക് പച്ചമാങ്ങ വെച്ച് ചെയ്താലോ? അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്ക്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അത്യാവശ്യം പുളിയുള്ളൊരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇനി ഇത് നമുക്ക് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് വേവുന്ന മാങ്ങയാണെങ്കിൽ സാധാരണ നമ്മളൊന്ന് ചട്ടിയിൽ വെച്ചൊന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മൾ ഒരു 3-4 വിസിൽ വെച്ചിട്ട് വേവിച്ചെടുത്തതാണ്. അതൊന്ന് നല്ലപോലെ ഉടച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തണുത്തതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിത് ഒരു 1/4 കപ്പ് പരിപ്പ് കുതിർത്ത് വെച്ചാണ്. അതും നമുക്കൊന്ന് കുക്കറിൽ വേവിച്ച് കൊണ്ടുവരാം. എന്നിട്ടൊന്ന് നല്ലപോലെ ഒന്ന് തണുത്തതിന് ശേഷം ഉടച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ മാങ്ങ ചെയ്തതുപോലെ പരിപ്പും ഇതാ നല്ലപോലെ മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചട്ടി ചൂടാകുന്ന സമയത്ത് നമ്മളതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 3-4 വെളുത്തുള്ളി ചതക്കിയതും 2 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതക്കിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയും കൂടിയും ചേർത്തിട്ട് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് തക്കാളി ഒന്ന് വഴന്നു വരുന്നവരെ മൂടി വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. തക്കാളി അത്യാവശ്യം ഒന്ന് വഴന്ന് കിട്ടിയാൽ നമുക്കതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു നുള്ള് ജീരകത്തിൻ്റെ പൊടി, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, അതുപോലെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറി വരുന്ന സമയത്ത് നമ്മൾ പച്ചമാങ്ങ അരച്ചത് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ പരിപ്പ് അരച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു 2.5 കപ്പ് വെള്ളവും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് കുറച്ച് കട്ടിയിലാണ് ഉണ്ടാവുക. നമ്മളെല്ലാം കൂടി അരച്ചെടുത്ത് ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് കട്ടി ഉണ്ടാകും. അതുപോലെ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി അതുപോലെ തന്നെ കായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ലാസ്റ്റ് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ രസം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ലൂസായിട്ട് ഉണ്ടാവുക. അങ്ങനെ വേണമെന്നുള്ളവർക്ക് ഇതിലേക്ക് കുറച്ചും കൂടി ചൂടുവെള്ളം ചേർക്കാം. അതുപോലെ തന്നെ കുരുമുളക് പൊടിയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ചോറിൻ്റെ കൂടെ ഇതുമാത്രം മതിയാകും നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്